ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പറയുന്നത് ഓപ്ഷനിൽ സക്സസ്ഫുൾ ആയിട്ട് നിലനിൽക്കാനായിട്ടുള്ള വേറൊരു കൺസെപ്റ്റ്. 2 ദിവസം മുമ്പ് ക്രിസ്മസിൻ്റെ അന്ന് റിലീസ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. എങ്ങനെയാണ് ഓപ്ഷൻ ട്രേഡിൽ നമ്മൾ കണ്ടിന്യൂഷൻ പാറ്റേൺ ആണോ അല്ലെങ്കിൽ റിവേഴ്സൽ പാറ്റേൺ ആണെന്ന് കണ്ടുപിടിക്കുന്നത് ബേസ്ഡ് ഓൺ പ്രൈസ് ആക്ഷൻ. ഇന്ന് കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മൾ പ്രൈസ് ആക്ഷനോടൊപ്പം തന്നെ നമ്മൾ ഇന്നൊരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ് കണ്ടിന്യൂഷൻ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് റിവേഴ്സൽ പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ട്വിൻ RSI എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ഏത് ഇൻഡിക്കേറ്റർ ആണെങ്കിലും അതിൻ്റെ സക്സസ്സിന് ഒരു പരിധിയുണ്ടെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇൻഡിക്കേറ്റർ ഒരു ഇൻഡിക്കേഷൻ തന്നാൽ ആ ഇൻഡിക്കേഷനിൽ പ്രൈസ് ആക്ഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ സക്സസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇൻഡിക്കേറ്റർ മാത്രം ഒരു ഇൻഡിക്കേഷൻ തന്നുകൊണ്ട് നമ്മൾ ഒരു ട്രേഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല സക്സസ് ആണോ ഫെയിലുവർ ആണെന്നുള്ളത്. ശരി, അപ്പോൾ ഇൻഡിക്കേഷൻ തന്നാൽ ആ ഇൻഡിക്കേഷനെ സാധൂകരിക്കുന്ന പ്രൈസ് ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നത്തെ ട്വിൻ RSI എന്ന് പറയുന്നത് 2 RSIയുടെ ഒരു എന്താ പറയണ്ടേ, ശരിക്കും ഒരു എംബഡഡ് ഫോമാണ്. ശരിക്കും RSI 14 RSI 9 കൂടെ ചേർന്നുള്ള എംബഡഡ് ഫോം. സോ എംബഡഡ് ഫോം എന്താണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ അത് കോഡ് ചെയ്തെടുക്കാൻ സാധിക്കുവാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ല, കോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നോക്കട്ടെ എനിക്ക് എന്താ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ വെച്ച് നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞ വീഡിയോ വന്നതിന് ശേഷം പല ആൾക്കാരും എന്നോട് വീണ്ടും ഒരു സെഷൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ 3 ആഴ്ചക്കുള്ളിൽ നമ്മൾ 2 സെഷൻ നമ്മൾ ലേണിംഗ് കഴിഞ്ഞു. ആദ്യത്തെ സെഷൻ എങ്ങനെയാണ് മാർക്കറ്റ് കയറി പോകാൻ നേരത്ത് മാർക്കറ്റിൽ മീൻ റിവേഷൻ വന്ന് മാർക്കറ്റ് താഴെ പോകാനുള്ള സാധ്യതയുള്ള സോഴ്സിനെ കണ്ടുപിടിക്കുന്നത്. ധാരാളം ആൾക്കാർ പങ്കെടുത്തു. എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാര്യം ലേണിംഗ് സെഷൻ എപ്പോഴും നമുക്ക് നമ്മുടെ പരിമിതമായിട്ടുള്ള അറിവുകൾ ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. രണ്ടാമത് നമ്മൾ ചെയ്ത ലേണിംഗ് സെഷൻ ബേസിക്കലി ഹിഡൻ ബുള്ളിഷ് ഡൈവേർജൻസ് RSIയിലുള്ള അതിനെക്കുറിച്ച് ലേണിംഗ് സെഷനാണ്. 2 സെഷൻ നമ്മൾ കഴിഞ്ഞു. തീർച്ചയായും ഡെറിവേറ്റീവ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിനെ കുറിച്ചുള്ള ഒരു സെഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ജനുവരി മാസം 8-ാം തീയതി നമുക്ക് ആ സെഷൻ നമുക്ക് പ്ലാൻ ചെയ്യാം. 8-ാം തീയതി നമുക്ക് ബൈ നൈറ്റ് 9 o'clock നമുക്ക് ആ സെഷൻ പ്ലാൻ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് prosip23@gmail.com മെയിൽ ആയി ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. ഒരു ലേണിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റ് നിങ്ങൾ എടുക്കേണ്ട ഒരു ഡിസ്കഷൻ സെഷനായിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി, ഡെറിവേറ്റീവായിട്ട് ബന്ധപ്പെട്ടത്. അപ്പം നമുക്ക് നമ്മുടെ ട്രെയിനിലേക്ക് നമുക്ക് കിടക്കാം, നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിലുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്. 16 ഡിസംബറിലെ ചാർട്ടാണ്. 2 RSI നമ്മൾ എംബഡ് ചെയ്ത് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് RSI 9 RSI 14. RSI 9 ഗ്രീനും RSI 14 എന്ന് പറയുന്നത് റെഡുമാണ്. നമ്മൾ RSI കൺവെൻഷണൽ RSIയുടെ പ്രിൻസിപ്പിൾസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 70യുടെ മേളിൽ ഓവർ ബോട്ടും 30ക്ക് ഓവർ സോൾഡുമാണ് ശരിക്കും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബേസിക് കൺസെപ്റ്റ്സ്. നമ്മൾ ഈ 2 RSI വെച്ച് നമ്മൾ RSIയിൽ വരുന്ന ഗോൾഡൻ ക്രോസ് ഓവറും ഡെത്ത് ക്രോസ് ഓവറും. ഗോൾഡൻ ക്രോസ് ഓവർ എന്ന് വെച്ചാൽ എന്താ, ചെറിയ RSI വലിയ RSI കട്ട് ചെയ്ത് മുകളിലേക്ക് പറയുന്ന പേരാണ് ഗോൾഡൻ ക്രോസ് ഓവർ. ഡെത്ത് ക്രോസ് ഓവർ എന്ന് വെച്ചാൽ എന്താ, ചെറിയ RSI വലിയ RSI കട്ട് ചെയ്ത് താഴത്തേക്ക് പറയുന്ന പേരാണ് ഡെത്ത് ക്രോസ് ഓവർ. അപ്പോൾ ചെറിയ RSI 9 ആണ്, വലിയ RSI 14 ആണ്. നമ്മളിത് ഇവിടെ നോക്കും. നമ്മൾ ഈ ദിവസം ദാറ്റ് മീൻസ് നമ്മളെപ്പോഴും ഫസ്റ്റ് സ്വിംഗ് ആണ് നമ്മൾ സംബന്ധിച്ച് ക്രിട്ടിക്കൽ ഫാക്ടർ. ഇതാണ് ഈ ദിവസത്തിൽ ഫസ്റ്റ് സ്വിംഗ്. ഇതെന്ന് വെച്ചാൽ ഡേറ്റ് 16th Monday 9:25 സോ ക്യാൻഡിൽ കയറി, ക്യാൻഡിൽ ഇതാ ഇവിടെത്തി, ക്യാൻഡിൽ ഇവിടെ ഒരു സോൺ, ഒരു റെസിസ്റ്റൻസ് സോൺ ക്രിയേറ്റ് ചെയ്ത് ഒരു സോണാണ്, റെസിസ്റ്റൻസ് സോണായിട്ട് നമുക്ക് എടുക്കാം. ഇത് ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ പ്രീവിയസ് സോണുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം. തലേദിവസ സോൺ എന്ന് വെച്ചാൽ ഇതിനേക്കാളും താഴെയാണ്. ഇതാണ് തലേദിവസ സോൺ എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ സോൺ. സോ ഇതാണ് പ്രിയർ ഡേയിലെ ഹയ്യസ്റ്റ് സോൺ. ഇതാണ് അറ്റ് പ്രസൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ 16-ാം തീയതിയിലെ ഹയ്യസ്റ്റ് സോൺ. ഈ സോണിൽ ഈ ലാസ്റ്റ് 2 ക്യാൻഡിലെ RSI എത്രയാണ്? നിങ്ങളത് ഇവിടെയാണ് വാല്യൂ വരുന്നത്. നോക്കൂ, RSIയുടെ വാല്യൂ വന്നിട്ട് 73-ഉം 71-ഉമാണ്. 73.10 71.77 ഇത് ഇവിടെ നോക്കിയാൽ മതി. സോ 73.10 71.77 ആണെങ്കിൽ 16-ാം തീയതി അതിന് മേളിൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വന്ന RSIയുടെ വാല്യൂ എത്രയാണ്? 70-ഉം 67-ഉം. ഈ ക്യാൻഡിലിൽ 61-ഉം 62-ഉം. ഈ ക്യാൻഡിലിൽ 66-ഉം 65-ഉം. ഈ ക്യാൻഡിലിൽ 55-ഉം 58-ഉം. ദാറ്റ് മീൻസ് ഈ മൊമെൻറ്റത്തിനേക്കാളിലും വീക്കാണ് ഇവിടുത്തെ മൊമെൻറ്റം. ഈ മൊമെൻറ്റം സ്ട്രോങ് ആയിരുന്നു. ലാസ്റ്റ് 2 ക്യാൻഡിൽ മൊമെൻറ്റം വന്നിട്ട് 73-ഉം 71.77 ആണെങ്കിൽ ഈ ലെവലിലെ ലാസ്റ്റ് 2 ക്യാൻഡിൽ മൊമെൻറ്റം വന്നിട്ട് 66.99-ഉം 65.78-ഉമാണ്. ദാറ്റ് മീൻസ് സംതിങ് അറൗണ്ട് 6
പോയിൻറ്റ്സ് ആണ് മൊമെൻറ്റത്തിൽ വന്ന വ്യത്യാസം. അത് കാണിക്കുന്ന എന്തിനാണ്? അത് കാണിക്കുന്ന വീക്ക്നെസ്സിനെയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഇൻഡിക്കേഷൻ മാത്രമേ തരത്തുള്ളൂ. നമ്മുടെ കംപ്ലീറ്റ് വർക്ക് ഈസ് ബേസ്ഡ് ഓൺ പ്രൈസ് ആക്ഷനാണ്. നമ്മളിവിടുന്ന് നമുക്ക് കിട്ടിയ ഇൻഡിക്കേറ്റർ മൊമെൻറ്റം ബേസ്ഡ് ഓൺ RSI ഈസ് വീക്ക്. നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഗ്രീൻ ക്യാൻഡലിലെ ക്ലോസ് വന്നിട്ട് 53,697 ആണെങ്കിൽ റെഡ് ക്യാൻഡലിൻ്റെ ഓപ്പൺ വന്നിട്ട് 53,699, എക്സാക്ട് സെയിം ലെവലിൽ. ഇതിനെ പറയുന്ന പേരാണ് ട്വിസർ ടോപ്പ്. വീണ്ടും ഈ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് വന്നിട്ട് 53,704 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പൺ വന്നിട്ട് 53,703.95, എക്സാ ലെവൽ. നമുക്ക് 2 ടീസർ ടോപ്പാണ് കിട്ടിയത്. ടീസർ ടോപ്പ് എന്ന് പറയുന്നത് തന്നെ പവർഫുൾ ട്രെൻഡ് ചേഞ്ചിനെ കാണിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ മൊമെൻറ്റം വീക്കായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. 2 ടീസർ ടോപ്പ്, ഡബിൾ വാമി എന്ന് വേണം പറയാം. ഡബിൾ വാമിയാണ് സംഭവിച്ചിരിക്കുന്നത്, അതും റെസിസ്റ്റൻസിൽ. ഇനി മൂന്നാമത്തെ കാര്യം, RSIയിൽ നോക്കിയാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഈ ഗ്രീൻ ഫോം ചെയ്തിട്ടുള്ള റെഡിലേക്കുള്ള ട്രാൻസിഷൻ ടൈമിൽ ഗ്രീൻ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ചെറിയ RSI, റെഡ് എന്ന് വെച്ചാൽ 14 കട്ട് ചെയ്ത് താഴെ പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ താഴെ പോകുന്നതിന് പറഞ്ഞ പേരാണ് ഡെത്ത് ക്രോസ് ഓവർ. ഇതിനെ പറഞ്ഞ പേരാണ് ഡെത്ത് ക്രോസ് ഓവർ. സോ ഡെത്ത് ക്രോസ് ഓവർ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും RSIയിൽ തന്നെ ഒരു ഡൗൺ വേർഡാണ് കാണാൻ സാധിക്കുന്നത്. നോക്കൂ, ഈ ലെവലിലുള്ള RSI, ഈ ലെവലിൽ RSI വന്നപ്പം ഈ ലെവൽ വരെ RSI വന്നു. രണ്ടാമത് സെയിം ലെവൽ വരാൻ നേരത്ത്, ഈ സോണിൽ വരാൻ നേരത്ത് നമുക്ക് RSI കാണാൻ പറ്റിയത് ഡൗൺ ആണ്. ഇവിടെ കല്ലും ഡൗൺ ആണ് RSI കാണിക്കുന്നത്. അപ്പം ഇൻഡിക്കേറ്റർ എന്താ കാണിക്കുന്നത്? ഇൻഡിക്കേറ്റർ കാണിക്കുന്നത് ഡൗൺ ആണ്. ഇൻഡിക്കേറ്ററിൽ 6 പോയിൻറ്റ്സ് വ്യത്യാസം വന്നു. ക്യാൻഡിൽ എന്താ കാണിക്കുന്നത്? പ്രൈസ് ആക്ഷൻ എന്താ കാണിക്കുന്നത്? പ്രൈസ് ആക്ഷൻ കാണിക്കുന്നത് പവർഫുൾ ട്രെൻഡ് ചേഞ്ചിൻ്റെ 2 കോമ്പിനേഷൻ ഒരേപോലെ വന്നിരിക്കുന്നു. അത് ഫസ്റ്റ് ട്യൂസർ ടോപ്പ് ഇവിടെ വന്നു, സെക്കൻഡ് ട്യൂസർ ടോപ്പ് ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം എന്താ സംഭവിച്ചത്? ആ ലോ എന്ന് പറയുന്ന അടുത്ത പ്രൈസ് ആക്ഷനാണ് പറയുന്നത്. ഈ ഒരു സോണിനെ കട്ട് ചെയ്ത് ക്യാൻഡിൽ താഴെ പോയി. ഇതാണ് ക്യാൻഡിൽ താഴെ പോയ ലെവൽ. ഈ ക്യാൻഡിൽ സോണിനെ കട്ട് ചെയ്ത് താഴെ പോകുമ്പം പ്രൈസ് ആക്ഷൻ, അത് ഇൻഡിക്കേറ്റർ കാണിച്ച ആ ഒരു വീക്ക്നെസ് പ്രൈസ് ആക്ഷനിൽ പ്രകടമായിട്ട് വന്നു, നേരെ താഴെ പോയി. സോ എന്താ നമുക്ക് സംഭവിച്ചത്? ഇൻഡിക്കേറ്റർ കാണിച്ച വീക്ക്നെസ് പ്രൈസ് ആക്ഷൻ കൺഫേം ചെയ്തു, നേരെ താഴെ പോയി ശരിക്കും. സോ ഇവിടെ താഴെ വീണ ലെവൽ എന്ന് വെച്ചാൽ 53,571 നിന്നും എവിടം വരെ പോയി? ഇതിൻ്റെ ലോ എന്ന് വെച്ചാൽ 53,418. സോ 571 to 418 എന്ന് പറയുന്ന 170 പോയിൻ്റാണ് നേരെ ബാങ്ക് നിഫ്റ്റി താഴെ പോയത്. നമുക്ക് സ്കാൽപ്പിംഗ് ഒക്കെ നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത് വലിയൊരു പോയിൻ്റാണ് അല്ലേ. അടുത്ത് നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് ഈ ഭാഗത്തുള്ളതെല്ലാം നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. നമ്മൾ ഈ ലെവലിലെത്തി. ഇതാണ് ഫസ്റ്റ് വന്ന സോൺ, റെസിസ്റ്റൻസ് സോൺ. ആ സോൺ ഇതാണ് ശരിക്കും. അതിന് മുമ്പത്തെ സോൺ ഈ സോണാണ്. ഈ സോണിൽ RSIയുടെ വാല്യൂ എത്രയാണ്? ഈ സോണിൽ RSI ലാസ്റ്റ് 2 ക്യാൻഡിൽ നോക്കിയാൽ മതി. ഫസ്റ്റ് വാല്യൂ 70.81, സെക്കൻഡ് വാല്യൂ 64.24. ഇവിടെ 2 വാല്യൂ എത്രയാണ്? നമ്മൾ നോക്കിയ 2 വാല്യൂ, ലാസ്റ്റ് 2 വാല്യൂ നോക്കുക. 58.54ഉം 58.19ഉം. ഇവിടെ വന്നപ്പം ടച്ച് ചെയ്യപ്പോൾ 70 എന്നുള്ളത് 58 ആയിട്ട് കുറഞ്ഞു ശരിക്കും. ദാറ്റ് മീൻസ് 12 പോയിൻറ്റോളമാണ് ഈ ഭാഗത്ത് താഴെ പോയത്. 12 പോയിൻറ്റ്സ് ആണ് താഴെ പോയത്. ഇനി പോയിൻറ്റ്സ് താഴെ പോയിട്ട് കാര്യമില്ല, ഇതിനെ സാധൂകരിക്കുന്ന പ്രൈസ് ആക്ഷൻ നമുക്ക് കിട്ടണം. ഇതിനോടൊപ്പം തന്നെ RSI എന്താ കാണിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെറിയ RSI വലിയ RSI കട്ട് ചെയ്ത് താഴത്തേക്ക് പോലെ അതിനെ പറയുന്ന പേരാണ് ഡെത്ത് ക്രോസ് ഓവർ. ഏകദേശം ഈ ഒരു സോണിൽ ഡെത്ത് ക്രോസ് ഓവർ സംഭവിച്ചു. രണ്ടാമത്തെ കാര്യം, ക്രോസ് ഓവർ സംഭവിച്ചെന്ന് മാത്രമല്ല, RSIയിൽ നമ്മൾ നോക്കാൻ നേരത്തെ ഈ ഒരു ലെവൽ മുതൽ ഈ ലെവൽ വരെയുള്ള ആ സോണിൽ RSIയിൽ എന്താ സംഭവിക്കുന്നത്? RSI നേരെ താഴത്തേക്ക് പോയെന്ന് പറയാൻ പറ്റുമോ അല്ലേ? RSI വളരെ വീക്കായിട്ട് താഴെ പോയി ശരിക്കും. നോക്കൂ, ആംഗിൾ നോക്കൂ, ആംഗിൾ വ്യത്യാസം ഇവിടെ നമുക്ക് വലുതായിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ആംഗിൾ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുമോ? ഈ ഗ്രീനും ഇത് വലിയ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റില്ല. രണ്ടിൻ്റെ ഹൈസ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഗ്രീൻ്റെ ഹൈ വന്നിട്ട് 53.68 ആണെങ്കിൽ ഇതിൻ്റെ ഹൈ 53.67 ആണ്. ഹാർഡ്ലി 1 പോയിൻ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ RSIയിൽ വന്ന ഹ്യൂജ് ഡിഫറൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റർ ഒരു മൊമെൻറ്റം വീക്ക്നെസ്സിനെ കാണിക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? പ്രൈസ് ആക്ഷനും മൊമെൻറ്റം വീക്ക്നെസ്സിനെ കാണിക്കണം, എങ്കിലേ കാര്യമുള്ളൂ. ഇവിടെ എന്താ പ്രൈസ് ആക്ഷൻ സംഭവിച്ചു? നമ്മളിവിടെ നോക്കാൻ നേരത്ത് ഈ ഗ്രീനിൻ്റെ ക്ലോസിംഗ് എന്ന് വെച്ചാൽ 53.664 ആണ്. ഇതിൻ്റെ ഓപ്പണിംഗ് 53.666 ആണ്. എക്സാക്ട് ട്വിസർ ടോപ്പ് 1. ഇനി രണ്ടാമത്തെ ലെവലിൽ പ്രൈസ് ആക്ഷൻ കാണിച്ചതാണ്. നമ്മളിവിടെ നോക്കുക, ഈ ഗ്രീനിൻ്റെ ക്ലോസിംഗ് വന്നിട്ട് 53.630 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 53.631 ആണ്. അടുത്ത ട്വിസർ ടോപ്പ് 2 ട്വിസർ ടോപ്പ് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നേരെ
അവിടുത്തെ പ്രൈസ് ആക്ഷൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രൈസ് ആക്ഷൻ കൺഫർമേഷൻ വേണം. ഈ ഒരു ലോയെ കട്ട് ചെയ്താണ് ഈ ക്യാൻഡിൽ താഴെ പോയത്. പ്രൈസ് ആക്ഷൻ കൺഫർമേഷൻ നേരെ താഴെ പോയി. ഇനി താഴെ പോയ സമയത്ത് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഈ ഒരു സോണിൽ നമ്മൾ ഇൻഡിക്കേറ്ററിൽ എന്താ കാണാൻ പറ്റുന്നത്? ഈ ഒരു സോണിൽ നമ്മൾ എന്താ കാണാൻ പറ്റുന്നത്? ഗ്രീൻ, അതായത് RSI 914 കട്ട് ചെയ്ത് താഴെ പോയെന്ന് പറയുമ്പം അത് കാണിക്കുന്നത് എന്താണ്? ഡെത്ത് ക്രോസ് ഓവറിനെ കാണിക്കുന്നത്. ഇനി നമുക്ക് രണ്ട് നെഗറ്റീവ് നമ്മൾ വെക്കണം. ഇനി നമ്മളടുത്ത പോസിറ്റീവ് സൈഡ് നമ്മൾ ചിന്തിക്കുകയാണ്. നിങ്ങൾ ഈ സൈഡിൽ നിന്ന് ഈ ഭാഗം നിങ്ങൾ നോക്കിയേ. RSI വന്നിരിക്കുന്നത് സംതിങ് അറൗണ്ട് 10 ആണ് വാല്യൂ. 710 വാല്യൂ വരുമ്പം അതിൻ്റെ അർത്ഥം എന്താ? ഓവർ സോൾഡ് ആണ്. ഓവർ സോൾഡ് എന്ന് വെച്ചാൽ എന്താ? റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യതകളെയാണ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നത്. ഇൻഡിക്കേറ്റർ കാണിച്ചുകൊണ്ട് കാര്യമില്ല, നമുക്ക് പ്രൈസ് ആക്ഷൻ കൺഫർമേഷൻ വേണം. അതുകൊണ്ട് നമ്മൾ ഇത്രയും ഇൻഡിക്കേറ്റർ കാണിക്കുന്നത് തിരിച്ചറിയാനുള്ള സാധ്യതയാണ് എങ്കിൽ നമ്മൾ പ്രൈസ് ആക്ഷനിലേക്ക് നമ്മളത് പോവുക. ഈ ഒരു സോൺ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഈ സോൺ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊരു ബ്രേക്ക്ഔട്ട് സോണായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ബ്രേക്ക്ഔട്ട് സോണാണ്. ഈ ബ്രേക്ക്ഔട്ട് സോണിൽ അതിന് മുമ്പൊരു സോണുണ്ട്. ഇതാണ് അടുത്തൊരു ബ്രേക്ക്ഔട്ട്. ഫസ്റ്റ് സോൺ ഇതാണ്, ചെറിയൊരു സോണാണ്. ഈ സോൺ കട്ട് ചെയ്ത് വേണം അടുത്ത ബ്രേക്ക്ഔട്ട് സോണിലേക്ക് RSIക്ക് കിടക്കാനായിട്ട്, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷന് കിടക്കാനായിട്ട്. സോ ഈ ഒരു സോണിലേക്ക് ഫസ്റ്റ് ഈ ബ്രേക്ക്ഔട്ട് സോൺ എന്ന് വെച്ചാൽ 1, 2, 3, 4 ക്യാൻഡിൽ കട്ട് ചെയ്ത് ഈ സോണിലേക്ക് ക്യാൻഡിൽ കയറുമ്പോൾ നമുക്ക് RSIയിൽ എന്താ കാണാൻ സാധിക്കുന്നത്? RSIയിൽ ഗ്രീൻ റെഡിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് കയറുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുക. റെഡിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് കയറുന്ന വെച്ചാൽ അതിന് പറയുന്ന പേരെന്താ? ഗോൾഡൻ ക്രോസ് ഓവർ. ഗോൾഡൻ ക്രോസ് ഓവർ അതിന് മുമ്പ് തന്നെ ഇൻഡിക്കേറ്റർ ഡെവലപ്പ് ചെയ്തു, പക്ഷേ പ്രൈസ് ആക്ഷൻ കൺഫർമേഷൻ വന്നില്ലെന്നേ ഉള്ളൂ. പ്രൈസ് ആക്ഷൻ കൺഫർമേഷൻ ആദ്യം കാണിക്കുന്ന ഈ ഒരു 1, 2, 3, 4 ക്യാൻഡിലെ കട്ട് ചെയ്ത് ഈ ഒരു ക്യാൻഡിൽ ഒരു ചെറിയ ലെവലിൽ ബ്രേക്ക്ഔട്ട് കൊടുക്കുമ്പോൾ അതിന് മുമ്പ് തന്നെ RSI എന്ത് കാണിച്ചു? RSI കാണിച്ചത് ഓൾറെഡി ഗ്രീൻ, അത് ചെറിയ RSI വലിയ RSI കട്ട് ചെയ്ത് മേളിൽ പോകുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. സോ RSI അതിന് മുമ്പ് തന്നെ സിഗ്നൽ കാണിച്ചു, പക്ഷേ കൺഫർമേഷൻ എപ്പോഴും പ്രൈസ് ആക്ഷനിലാണ്. ഈ പ്രൈസ് ആക്ഷൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഈ പ്രൈസ് ആക്ഷൻ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 2S ഹൈ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് ചെയ്ത് ഹൈ ക്ലോസ് ചെയ്ത് എഴുതുമ്പോൾ അതിന് മുമ്പ് തന്നെ ഗോൾഡൻ ക്രോസ് ഓവർ വന്നു. അതിനുശേഷം നേരെ ഒരൊറ്റ കയറ്റം കയറി. ആ ഗോൾഡൻ ക്രോസ് ഓവറാണ് നമ്മൾ ഈ കണ്ട് ഈ ലെവൽ വരെ. ഈ ലെവൽ വരുമ്പോഴത്തേക്കും ഈ ലെവൽ എന്താ കാണുന്നത്? 70ക്ക് മേളിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൈസ് കറക്ഷൻ വരാനുള്ള സാധ്യതകളാണ്. കാര്യം എന്താ? 70ക്ക് മേളിൽ ഓവർ ബോട്ടായി. ശരിക്കും ഇത് ഓവർ ബോട്ടാകുമ്പം നമ്മൾ നോക്കണം ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കണം. ഈ ഒരു സോണിൽ ഓവർ ബോട്ടാകുമ്പം എന്താ സംഭവിക്കുന്നത്? സ്റ്റോക്കിൻ്റെ ആ കയറ്റം, മുകളിലേക്കുള്ള കയറ്റം, ഈ ഒരു ലെവലിലുള്ള ഈ ഒരു കയറ്റം ഇവിടെ സ്റ്റക്കപ്പ് ആയതിനു ശേഷം അവിടെ ചെറിയ പ്രൈസ് കറക്ഷൻ വന്നതിന് ശേഷം മാത്രമാണ് രണ്ടാമതും കയറാൻ തുടങ്ങിയത്. പക്ഷേ പ്രൈസ് കറക്ഷൻ സമയത്തൊന്നും ചെറിയ RSI, ഗ്രീൻ RSI, റെഡ് RSI കട്ട് ചെയ്ത് താഴെ പോയില്ല. ദാറ്റ് മീൻസ് ഡെത്ത് ക്രോസ് ഓവർ സംഭവിച്ചിട്ടില്ല. പകരം അത് റെഡ് RSIയുടെ മേളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം കയറി പോയൊരു കാഴ്ച കണ്ടത്. പക്ഷേ ഇത് RSI അല്ല ഇതിൻ്റെ അകത്തുള്ള കാര്യം. RSI ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ഈ ഭാഗത്തുള്ള പ്രൈസ് ആക്ഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും. RSI ഒരു സിമ്പിൾ കാണിച്ചുകൊണ്ട് പ്രൈസ് ആക്ഷൻ ആ സിമ്പിളിനെ സാധൂകരിക്കുന്ന സിഗ്നൽസ് ആണ് മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ട്രേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ വെറും RSI മാത്രം ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. RSI ഒരു ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്റർ ഒരു ഇൻഡിക്കേഷൻ തന്നാൽ ഇൻഡിക്കേഷനെ സാധൂകരിക്കുന്ന പ്രൈസ് ആക്ഷൻസ് നമ്മുടെ ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചാൽ അത് പഠിക്കേണ്ട കാര്യമാണ്. അങ്ങനെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് നമുക്ക് കൂട്ടാൻ സാധിക്കുന്നുള്ള കാര്യം എടുത്തു പറയുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എംബഡഡ് RSI ആണ്, ട്വിൻ RSI എന്ന് പറയുന്നത്. 2 RSI എംബഡ് ചെയ്ത് കൂടിയത് സംഗതിയാണ്. സോ ഇതിൻ്റെ അകത്ത് ഇനിയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടെന്ന് വെച്ചാണ് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നത്. എനിവേ നമ്മൾ ഈ ജനുവരി മാസം നമ്മൾ 8-ാം തീയതി നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് വീണ്ടും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അഡീഷണൽ ഇൻപുട്സ് നമുക്ക് വീണ്ടും സംസാരിക്കാം. സോ താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ എടുത്ത് വീണ്ടും കെട്ടുപിട്ടാം. സൈനിങ് ഓഫ്.